നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പാസ്റ്ററുടെ പ്രഭാഷണത്തെക്കുറിച്ചാണ്. എഫെസ്യർ ലേഖനത്തിലെ ഒരൊറ്റ വാക്യം വെച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലെ ഒരു വലിയ വിഭജനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോ എന്തായിരുന്നു ഈ വിഭജനം? നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? ഒന്നാലോചിച്ചു നോക്കൂ, ഒരു പുറം നാട്ടുകാരനായിരിക്കുക എന്നുവെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു ഫീലിംഗ് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകും, അല്ലേ? ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഈ പ്രഭാഷണത്തിന്റെ പശ്ചാത്തലം ഇതാണ്. അപ്പോസ്തലനായ പൗലോസ് യഹൂദരല്ലാത്ത ഒരു കൂട്ടം ആളുകൾക്ക് ഒരു കത്തെഴുതി. അവരെയാണ് വിജാതീയർ എന്ന് വിളിച്ചിരുന്നത്. അപ്പോ ആ കത്തിലെ ചില കാര്യങ്ങള് ഈ പാസ്റ്റർ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് കേട്ടുനോക്കാം. ഓക്കേ, അപ്പോ നമ്മള് പ്രഭാഷണത്തിന്റെ ആദ്യത്തെ പ്രധാന പോയിന്റിലേക്ക് വരുവാണ്. പാസ്റ്റർ ഇവിടെ ആവർത്തിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ഓർക്കുക. എന്താണ് ഇത്ര കാര്യമായി ഓർക്കാൻ പറയുന്നത്? നമുക്ക് നോക്കാം. അതെ, ഓർക്കുക. പണ്ട് നിങ്ങൾ ആരായിരുന്നു എന്ന് ഓർത്തുകൊള്ളവൻ. ഈയൊരൊറ്റ ഓർമ്മപ്പെടുത്തലാണ് സത്യം പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിത്തറ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. ഇനി നമുക്ക് ആ വിഭജനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം. പാസ്റ്റർ പറയുന്നതനുസരിച്ച് എഫെസ്യർ 2-ാം അധ്യായത്തിൽ 5 വലിയ മതിലുകളുണ്ടായിരുന്നു. ഈ മതിലുകളാണ് അന്നത്തെ ആളുകളെ തമ്മിൽ വേർതിരിച്ചത്. ഏതൊക്കെയാണ് ആ 5 മതിലുകളെന്ന് നോക്കിയാലോ? ഈ 5 കാര്യങ്ങളെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒറ്റപ്പെടൽ മനസ്സിലാകും. 1. ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടവർ. 2. ഇസ്രായേലിന്റെ പൗരത്വത്തിന് പുറത്ത്. 3. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് അന്യർ. 4. ലോകത്തിൽ ഒരു പ്രത്യാശയുമില്ലാത്തവർ. 5. ദൈവമില്ലാത്തവർ. ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണമായ ആത്മീക ഒറ്റപ്പെടലിന്റെ ചിത്രമാണിത്, അല്ലേ? എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥ. അപ്പോ ഈ വിഭജനം എത്രത്തോളം ആഴത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റേ ഭാഗത്തുനിന്ന് ഒന്ന് നോക്കാം. അതായത്, വിജാതീയരെക്കുറിച്ച് യഹൂദന്മാർക്ക് എന്ത് കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്? പാസ്റ്റർ അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പാസ്റ്ററുടെ പ്രഭാഷണമനുസരിച്ച് വിജാതീയരെ വിളിച്ചിരുന്നത് വളരെ മോശം പേരുകളായിരുന്നു. ഉദാഹരണത്തിന് നായ്ക്കൾ, പാപികൾ, പരിച്ഛേദനയില്ലാത്തവർ, വ്യഭിചാരികൾ, ഭൂതങ്ങളെ ആരാധിക്കുന്നവർ, ഇതൊക്കെയായിരുന്നു അവർക്ക് നൽകിയിരുന്ന വിശേഷണങ്ങൾ. ഇത് ആ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള പാസ്റ്ററുടെ ഒരു വ്യാഖ്യാനമാണ്. ആ ഒരു വേർതിരിവിന്റെ ആഴം കാണിക്കാൻ പാസ്റ്റർ ഒരു വാക്യം ഉദ്ധരിക്കുന്നുണ്ട്. നാം ജനനത്താൽ യഹൂദന്മാരാണ്, പാപികളായ വിജാതീയരല്ല. ഈയൊരു വാക്യത്തിൽ തന്നെയുണ്ടാ മനോഭാവം മുഴുവൻ, അല്ലേ? ഞങ്ങൾ, അവർ എന്നുള്ള ആ ഒരു വലിയ വിഭജനം. എന്നാൽ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. അതുവരെ നമ്മൾ കണ്ട ആ വലിയ വിഭജനത്തിനും മതിലുകൾക്കും ഒറ്റപ്പെടലിനും ശേഷം എല്ലാം മാറാൻ പോവുകയാണ്. അതെ, പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. എന്നാലിപ്പോൾ ക്രിസ്തുവിൽ ആ വലിയ വിഭജനത്തിനുള്ള പരിഹാരമെന്തായിരുന്നു? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് ആ വഴിത്തിരിവ്. പാസ്റ്റർ പറയുന്ന ആ നിർണായക വാക്യം ഇതാണ്: മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അതായത്, ആ വലിയ ദൂരം ഇല്ലാതായി. അകലെയായിരുന്നവർ അടുത്തെത്തി. ആ വിഭജനത്തിന്റെ മതിലുകൾ തകർന്നു വീണു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വലിയ മാറ്റം സംഭവിച്ചു. പക്ഷേ അതുകൊണ്ട് എന്ത്? ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു താഴ്മയിലേക്കുള്ള ആഹ്വാനമാണ്. ഈ മാറ്റം എത്ര വലുതാണെന്ന് നോക്കൂ. മുമ്പ് ദൂരത്തായിരുന്നവർ ഇപ്പോൾ ക്രിസ്തുവിൽ സമീപസ്ഥരായി. ഒരു പ്രത്യാശയുമില്ലാതിരുന്നവർ ദൈവത്തിന്റെ മക്കളായി. ഒരു ഉടമ്പടിയിലും പങ്കില്ലാതിരുന്നവർ ഇപ്പോൾ എല്ലാ അനുഗ്രഹത്തിലും പങ്കാളികളായി. ഇതൊരു ചെറിയ മാറ്റമല്ല, ഇതൊരു സമ്പൂർണമായ പരിവർത്തനമാണ് പാസ്റ്റർ ഇവിടെ വരച്ചുകാട്ടുന്നത്. അപ്പോ എന്താണിതിന്റെയെല്ലാം അവസാനം പാസ്റ്റർ പറയുന്ന പ്രധാന ആശയം? വളരെ ലളിതമാണ്. പുറന്തള്ളപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉൾക്കൊണ്ടു എങ്കിൽ അത് നമ്മളിൽ ഉണ്ടാക്കേണ്ടത് അഹങ്കാരമല്ല, മറിച്ച് താഴ്മയാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നോർക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ എളിമയുള്ളവരാക്കും. ഓർമ്മയുണ്ടോ, നമ്മൾ തുടങ്ങിയതും ഓർക്കുക എന്ന വാക്കിൽ നിന്നാണ്. അപ്പോ ഈ ഒരു ചിന്തയുമായി നമുക്ക് അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം: നമ്മൾ മുമ്പ് എന്തായിരുന്നു എന്നോർക്കുന്നത് ഇപ്പോ നമ്മൾ ജീവിക്കുന്ന രീതിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ സ്വാധീനിക്കേണ്ടത്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. ചിന്തിക്കുക.